ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു. ഞാനിന്ന് ഞാൻ ഉൾപ്പെടുന്ന അച്ഛനമ്മമാർക്കും വേണ്ടിയുള്ളൊരു അവയർനെസ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ ഒരുപാട് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ന്യൂസൊക്കെ കാണുന്നുണ്ട്. നമ്മളെ കുട്ടിയല്ല, നമുക്കറിയാവുന്ന കുട്ടിയും അല്ല എന്ന് പറഞ്ഞ് നമ്മളതങ്ങ് സ്ക്രോൾ ചെയ്ത് കളയുന്നു. സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ കാരണക്കാരൻ നമ്മൾ തന്നെയാണെന്നുള്ളത് അറിയാം. അച്ഛനമ്മയ്ക്കിൻ്റെയും നോട്ടക്കുറവ് കൊണ്ട് തന്നെയാണ് ഈ കുട്ടികൾ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് ഇതിൻ്റെ കാരണക്കാരൻ. വേറെ ഒന്നുമല്ല, നമ്മളെല്ലാവരും ബിസി ഷെഡ്യൂളിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ തിരക്കെല്ലാം കഴിഞ്ഞ് കുട്ടികളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ നമുക്ക് എവിടെയാ സമയം? നമുക്കൊന്നിനും സമയമില്ല. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ എല്ലാവരും ചോദിക്കുന്നത്, വീട്ടിലുള്ള അമ്മമാർക്ക് ഇതിനുള്ള സമയമില്ലേ? അവരിതുപോലെയാണ് മാഷേ, അവർക്ക് ഇഷ്ടം പോലെ പണിയുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർക്ക് എവിടെയാ സമയം? അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചോദിച്ചിരുന്നത് നമുക്കിങ്ങനെ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കാനേ ഉള്ളൂ അല്ലേ? അല്ലാതെ ഇതിനൊന്നൊരു ഉത്തരം കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ, നമുക്ക് എത്ര തിരക്കായാലും ശരി 1 മണിക്കൂർ 2 മണിക്കൂർ പിള്ളേരെ കൂടെ രാത്രി എല്ലാവരും സംസാരിക്കുക. എന്തൊക്കെ കാര്യം, രാവിലെ വരുന്നത് തൊട്ട് വൈകുന്നേരം വരെ സ്കൂളിൽ നടന്ന കാര്യങ്ങൾ, കുട്ടികൾ എന്തൊക്കെ ചെയ്തു, എല്ലാ കാര്യത്തിലും നമ്മൾ സംസാരിച്ചാൽ ഒരു പരിധി വരെ നമുക്ക് പല പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും. കാരണം അവരെ മാനസികമായിട്ടുള്ള സംഘർഷം കാരണമാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ മാത്രം നമ്മൾ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അവരിതുപോലെ ഫോൺ അഡിക്റ്റാണ്. അവരും ഫോണിൽ കാണുന്ന പല വീഡിയോസിനും അഡിക്റ്റ് ആയിട്ടും അത് ചെയ്യാനും ഒക്കെ അനുകരിച്ചൊക്കെ നടക്കും. അപ്പം നമ്മളത് അറിയില്ല. അങ്ങനെയുള്ള 2 ധ്രുവത്തിലാണ് ഇപ്പോഴത്തെ മക്കളും അമ്മമാരും നിൽക്കുന്നത്. അത് അമ്മമാരും അച്ഛന്മാരും നിൽക്കുന്നത്. അതുകൊണ്ട് ഇപ്പം തൊട്ട് നാളെ തൊട്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക. വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുന്നത്, നാളെ ഞായറാഴ്ചയാണല്ലോ, വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞതിന് ശേഷം ഫോണൊക്കെ 1 മണിക്കൂറൊക്കെ നോക്കിയിട്ട് ഓഫ് ചെയ്ത് വെച്ചിട്ട് പിള്ളേരെ കൂടെ അങ്ങ് നിൽക്കുക. കാരണം പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളൊക്കെ കൊച്ചുകാലത്ത് നമ്മൾ കൂട്ടുകുടുംബമായിരിക്കും. അമ്മയും അച്ഛൻ 2 അടിയെന്നാലും അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞാലും ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യമൊന്നുമില്ല. അച്ഛനും അമ്മമ്മയും അപ്പൂപ്പൻ്റെ കാര്യം പറഞ്ഞ് സോൾവ് ചെയ്ത് വാങ്ങുക, അല്ലെങ്കിൽ അപ്പുറത്തെ പിള്ളേരോട് കളിക്കാൻ പോകുമ്പോൾ അവരുടെ ആ കളിയിൽ ഇത് മറന്നു പോവുക. ഇങ്ങനെയൊക്കെയുള്ളൊരവസ്ഥയാണ് നമുക്കുണ്ടായത്. ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെ പോകാനൊന്നുമില്ല. അതെപ്പോഴും നമ്മൾ അറിയണം. അവരെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒന്നീ എന്തെങ്കിലും ചെയ്യാനോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും കാണിക്കുന്ന പോലെ പല പ്രഹസനങ്ങൾ കാണിക്കാനോ, ഇതൊക്കെ മാത്രമേ ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയാവൂ. കാരണം പിള്ളേർ കളിക്കാൻ ഫ്രണ്ട്സ് ഇല്ല. കാരണം നമ്മൾ ഇപ്പോഴത്തെ സമൂഹം വളരെ മോശമാണ്. നമുക്ക് അപ്പുറത്തെ വീട്ടിലോട്ട് വിടാൻ പറ്റത്തില്ല. അങ്ങനെ ആരും ഇല്ലാത്ത പിള്ളേരാണ്. കൂടെ ആരും കളിക്കാനോ അവരുടെ എനർജി വേസ്റ്റ് ആക്കാനോ, അവരുടെ ഉള്ളിൽ ഒരുപാട് എനർജി ഉണ്ട്. നമ്മളെപ്പോലെയല്ലേ, നമുക്ക് ബെഡ് കണ്ടാൽ കിടന്നുറങ്ങണമെന്ന് തോന്നേ ഉള്ളൂ. പക്ഷേ അവരുടെ ഉള്ളിൽ ഒരുപാട് എനർജി ഉണ്ട്. അതൊന്നും കളയാതെ അവരങ്ങനെ അതൊക്കെ സപ്രസ് ചെയ്ത് വെക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ജനറേഷൻ ഉള്ളത്. അതുകൊണ്ട് കഴിവത് നമ്മൾ അവരോട് സംസാരിക്കുക, അവരുടെ കൂടെയുള്ള എല്ലാ കാര്യങ്ങളും ചോദിച്ചു കഴിഞ്ഞ് നല്ല കുട്ടികളായിട്ടിരിക്കുക. എന്നും അവരുടെ കാര്യങ്ങൾ അവർ ഒരുപാട് ശിക്ഷിക്കാതെ അവരെ സമാധാനത്തോടെ സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലായിരിക്കുക. പിന്നെ ആഴ്ചയിൽ എവിടെയെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ ഒരു പാർക്കിലോ എവിടെയെങ്കിലും കൊണ്ടുപോയി അവരൊരുപാട് നേരം കളിപ്പിക്കുക. അവരുടെ ഒരുപാട് ആക്ടിവിറ്റീസ്, അവരുടെ സ്പോർട്സ് ആക്ടിവിറ്റി എൻഹാൻസ് ചെയ്യിക്കാനുള്ള ഒരുപാട് ഗെയിംസ്, പ്രോഗ്രാംസ് എല്ലാത്തിനും നമ്മൾ കൊണ്ടുവരിക. അതിനൊക്കെ നമ്മൾ തന്നെ ഇനിഷ്യേറ്റ് ചെയ്യുക, നമ്മൾ പോവുക, നമ്മൾ കൂടെ നിൽക്കുക, കൊണ്ടുവരിക. നമുക്ക് സമയം എന്ന് പറയുന്ന സാധനം നമുക്ക് കിട്ടത്തില്ല. ശരിയാണ്, അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പിള്ളേർ വളർന്നുകൊണ്ടേയിരിക്കും. ഒരു കാലഘട്ടത്ത് അവർ തിരിച്ചു ചോദിക്കുക നമ്മളോട്, നിങ്ങൾ എന്താ ഇനി നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്? നമ്മൾ ഒരുപാട് പൈസ ഉണ്ടാക്കി, അല്ലെങ്കിൽ മക്കളെ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഡെപ്പോസിറ്റ് ഉണ്ടാക്കി, എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു നല്ല സമൂഹത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും കൈവക്കാം. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞ് ശരിയാണോ തെറ്റാണോ എന്ന് ഇതിന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. ബൈ, ടേക്ക് കെയർ.